നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ വടക്കൻ പാട്ടിലെ കഥകളാണ്, തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10-60 കഥകളായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വീര സാഹസിക കഥകൾ ഇനിയും ഒരുപാടുണ്ട്. ഞാൻ ഇന്ന് വ്യത്യസ്തമായി മറ്റൊരു കഥ പറയുകയാണ്. ഈ കഥ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് നമ്മുടെ ഒരു സംഭവ കഥയാണെന്നാണ് പറഞ്ഞത്. സംഭവ കഥയാണെന്നാണ് ഞാൻ കേട്ടത്. ഒരു സപ്താഹവേദിയിൽ ഒരു ആചാര്യൻ പറഞ്ഞ കഥയാണിത്. സംഭവ കഥയാണ്. ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ധാരാളമായിട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയുമായിട്ട് വീട് വിട്ട് പുറത്ത് പല സ്ഥലങ്ങളിലും പോയി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലരുമായിട്ട് അവർ കൂട്ടുകൂടി താമസമുണ്ട്, യാത്രയുണ്ട്, ഒരുമിച്ച് ജോലി ചെയ്യലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെയല്ലേ. അതിലിപ്പോൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളോ ഒന്നും ഒരു വ്യത്യാസമില്ല. എല്ലാവരും പുറമേ പോയി സ്വന്തം ഉപജീവനമാർഗം തേടുകയാണല്ലോ ചെയ്യുന്നത്. കേരളത്തിലെ ഭവനങ്ങൾ തന്നെ, പല ഭവനങ്ങളും ഇപ്പോൾ വൃദ്ധസദനങ്ങളെ പോലെയാണ്. കാരണം പ്രായമായ മുത്തച്ഛൻ മുത്തശ്ശിക്കേ ഉള്ളൂ. മകൻ എവിടെയെങ്കിലും ജോലിയായിട്ട് പോയിട്ടുണ്ടാവും, മകൻ്റെ ഭാര്യയും പോയിട്ടുണ്ടാവും. കുട്ടികളാണെങ്കിൽ ഒന്നുകിൽ വിദേശത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ജോലിയായി പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഈ സംഭവ കഥ ബാംഗ്ലൂർ നടന്നൊരു സംഭവ കഥയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ, അതായത് ധാരാളം പേര് കുട്ടികൾ പോകുന്നുണ്ടല്ലോ, ആ കുട്ടികളുടെ ഒരു അറിവിലേക്കായിട്ട് പലരും ഈ കഥ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ഈ കഥയിലൂടെ പ്രദാനം ചെയ്യുന്ന ആ ഒരു ജ്ഞാനം നിങ്ങൾ നേടിയിട്ടും ഉണ്ടാകാം. എന്നിരുന്നാലും ഇതൊരു പുതിയതായിട്ടോ അല്ലെങ്കിൽ ഇതൊരു അറിവാണല്ലോ എന്ന് കരുതി സ്വീകരിക്കും. ബാംഗ്ലൂർ പോയിരുന്ന ഒരു കുട്ടികൾ, പലരും ജോലിക്ക് പോയിരുന്ന കുട്ടികൾ, നഴ്സിംഗ് പഠിക്കാനും നഴ്സായിട്ട് ജോലിയായിട്ടും IT ഫീൽഡിലും പല കമ്പനികളിലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ താമസിച്ചിരുന്ന കുട്ടികൾ, അപ്പോൾ അവർ താമസിക്കുന്നത് വ്യത്യസ്തമായ കമ്പനികളിലൊക്കെയാണ്, സ്ഥാപനങ്ങളിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും താമസിക്കുന്നത് ചിലപ്പോൾ ഒരു ലോഡ്ജിലായിരിക്കും. ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റല്, ലേഡീസ് ഹോസ്റ്റല്. അവിടേക്കാണെങ്കിൽ ഒരു 100-300 പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകും. അത് സാധാരണയായിട്ട് ഇത്രയും വലിയൊരു കെട്ടിടം എത്ര പേർക്ക് ഒരുമിച്ച് കുറച്ച് പേർക്ക് താമസ സൗകര്യം ഒരുക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രധാന പട്ടണത്തിൽ നിന്നും കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് മാറിയിട്ടായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റലിൽ നിന്നും ഇവർക്ക് അല്പമൊക്കെ നടന്നിട്ട് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ നടന്നെത്തിയിട്ട് ബസ്സിന് പോകുന്നവർക്കാണെങ്കിൽ ലൈൻ ബസ്സുകളുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ വണ്ടി വന്ന് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ വാഹനം കിട്ടും. എന്നിട്ട് ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് വരും. അവിടെയൊക്കെ രാത്രിയെന്നോ പകലെന്നോ എന്നുള്ള വ്യത്യാസം അങ്ങനെ ഇല്ലല്ലോ. രാത്രി 10 മണി 12 മണി വരെയൊക്കെ രാവും പകലും ഒരുപോലെയായിട്ടല്ലേ. കുട്ടികൾ ധാരാളം കൂട്ടമായിട്ട് വരുന്നു, ഇറങ്ങുന്നു, കുടുംബങ്ങൾ വരുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയല്ലേ. ഒരു വലിയ ഹോസ്റ്റലിലേക്ക് താമസിക്കുന്ന വ്യത്യസ്തമായ സ്ഥാപനങ്ങളിലുള്ളവർ വന്ന് ഇറങ്ങുന്ന, അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബസ്, ഒരു റൂട്ടിലുള്ള ബസ് എന്തോ കാരണവശാൽ ഒരു ദിവസം വൈകുന്നേരം അല്പം വൈകി. അപ്പോൾ വൈകി എന്ന് പറയുമ്പോൾ, സാധാരണയായിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആ കുട്ടിക്ക് ഒരു കഷ്ടിച്ച് 5 മിനിറ്റോളം നടക്കണം. ഒരുപാട് ജനസഞ്ചാരം, പകലൊക്കെ ആണെങ്കിൽ ഒരു രാത്രി 10 മണി വരെയൊക്കെ ധാരാളം ജനസഞ്ചാരമുണ്ട്. അത് കഴിഞ്ഞാൽ ഇത്തിരി കുറവാകും, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വഴിയിലൂടെ 5 മിനിറ്റോളം നടന്നിട്ട് വേണം ഹോസ്റ്റലിലെത്താൻ. അപ്പോൾ ആ ഹോസ്റ്റലിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ പലരും ഉണ്ട്. പലരും ചെന്ന് കയറി ഈ കുട്ടിക്ക് പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക റൂട്ടിൽ കൂടി വരുന്ന ബസ്സിൽ വന്നിറങ്ങുന്നവരെ അന്ന് സംഗതി വെച്ചാൽ കുറച്ച് വൈകിപ്പോയി കഴിഞ്ഞിട്ട്, അപ്പോൾ ഒരു കുട്ടി ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ നിന്ന് ആരുമില്ല, കടകളൊക്കെ അടച്ചു, വഴിക്കൊന്നും ആരെയും കാണാനും ഇല്ല. അങ്ങനെ വന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ എത്രയും വേഗത്തിൽ തൻ്റെ ഹോസ്റ്റലിലെ താമസ സ്ഥലത്ത് എത്താൻ വേണ്ടി ധൃതി പിടിച്ച് നടക്കുന്നതോടൊപ്പം എന്തൊക്കെയോ ഇങ്ങനെ പിറുപിറുത്ത് കൊണ്ട് നിന്ന പോലെ അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ആ വഴിയിൽ ഒരു
ഒരു ദുഷ്പ്രവൃത്തി നടത്താൻ തീരുമാനിച്ച ചില ദുർവൃത്തികളായിട്ടുള്ളവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിലെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന സ്ത്രീകളായിട്ടുള്ളവരെ പിടിച്ചു പറിക്കാനോ അവരെ കിഡ്നാപ്പ് ചെയ്ത് പിടിച്ച് പറിച്ച് കൊണ്ടുപോയിട്ട് പിന്നീട് മറ്റുള്ള അപായപ്പെടുത്തലിനോ എന്തോ ദുശ്ചിന്തയോടുകൂടി ഇരയെ കാത്തു നിൽക്കുന്ന ഒരു സംഘം 3-4 പേരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തതനുസരിച്ച് എന്താ വെച്ചാൽ വാഹനം ഉള്ളിലേക്ക് കുറച്ച് മാറ്റിയിട്ടേക്കാണ്. പിടിച്ചു വലിച്ച് അതിൽ കയറ്റി കൊണ്ടുപോകണമല്ലോ. ഒരാൾ നേരെ എതിരെ വരും, ഒരാൾ ഈ ബസ് ഇറങ്ങി കഴിഞ്ഞ് നടന്നു വരുന്ന ഇരയുടെ പുറകെ വരും. സൈഡിൽ കാത്തു നിന്നിരുന്നവർ അവിടുന്ന് ഇവിടുന്ന് വരും. പിടിച്ച് വലിച്ച് പെട്ടെന്ന് പിടിച്ച് അവരുടെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റിയ ആളെ കൊണ്ടങ്ങോട്ട് പോകണം. പിന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ പ്ലാനിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇരയ്ക്ക് വേണ്ടി. ഈ സമയത്താണ് ഈ കുട്ടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി താമസ സ്ഥലത്തേക്ക് നടന്നു പോകുന്നത്. ഈ കുട്ടിക്ക് ആരെയും ഒരാളെയും വഴിക്ക് കാണാതായപ്പോഴും സമയം കുറച്ച് പതിവിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഈ കുട്ടി എന്തോ ഇങ്ങനെ ചുണ്ടുകൾ അനക്കുന്നത് കാണാൻ ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ പെറുപുറത്ത് പറഞ്ഞ് ആ കുട്ടി ചെന്ന് താമസം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങും ഇടവും വലവും ഒന്നും നോക്കണില്ല, അങ്ങോട്ട് പോകുക നേരെ. ആ കുട്ടി അങ്ങനെ നേരെ പോകുകയും ചെയ്തു. താമസ സ്ഥലത്ത് എത്തുകയും ചെയ്തു സുരക്ഷിതമായിട്ട്. ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ആ വഴിക്ക് ഇതുവരെ വൈകി വന്നിരുന്ന മറ്റൊരു കുട്ടി, അതും പെൺകുട്ടിയാണ്, വേറെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്ന് ഇതുപോലെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ആ ദുഷ്പ്രവർത്തിക്കാരെന്ത് ചെയ്തു എന്നറിയാമോ? ഒരാൾ നേരെ വന്നു, ഒരാൾ പുറകെ വന്നു. 2 കൂട്ടരുടെയും സിഗ്നൽ അനുസരിച്ച് ഒളിച്ചു നിന്നിരുന്നവർ നേരെ വന്നു. പെട്ടെന്ന് കഴിഞ്ഞു. ഈ കുട്ടിയെ കടന്ന് പിടിച്ചു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഹോസ്റ്റലിൽ ഒരു സമയം കഴിഞ്ഞു, നേരം വൈകി, കുറേ അധികം വൈകി. ആ കുട്ടിയുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചന്വേഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടേക്കൊത്ത് എത്തിയിട്ടുമില്ല. എത്രയും വേഗത്തിൽ ആ സ്ഥാപനക്കാരെ പോലീസിന് വിവരം അറിയിച്ചു. അതാണല്ലോ വേണ്ടത്. അങ്ങനെ പോലീസ് ഉടനെ അന്വേഷിച്ച ടൗണിലൊക്കെ ഇറങ്ങി നടന്നു. ഒന്നും ഒരു വിവരവും കിട്ടിയില്ല. പിറ്റേ ദിവസം നോക്കി സ്ഥാപനത്തിലുള്ളവരും അറിയാവുന്ന എല്ലാ വഴിയും ഈ കുട്ടിയെ അന്വേഷിച്ചു, കിട്ടിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് വിജനമായ ഒരു സ്ഥലത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ എതിരെ ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. ആ ലോറിക്ക് സൈഡ് കൊടുക്കുകയാണ് ചെയ്തത്. സൈഡ് കൊടുത്ത ഒത്തിരി വീതി കുറഞ്ഞ വഴി. അപ്പോൾ ആ ലോറിയെ പോട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹം സൈഡ് കൊടുത്തു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ സംഗതി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊന്നിങ്ങനെ ഏത് വഴിക്കോ തിരിഞ്ഞു താഴത്തേക്ക് പോയപ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ ധാരാളം അണിവെച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഇതെന്തൊരു കഥയാണാവുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പോവുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഓഫീസിലെ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിജനമായൊരു സ്ഥലത്ത് ഉറുമ്പുകൾ പോകണമുണ്ടല്ലോ എന്ന് തമ്മി പറഞ്ഞപ്പോൾ നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചിലർ വന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ 3 ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയുടെ ശവശരീരമാണ് കിട്ടിയത്. പിന്നീട് അത് കേസും കൂട്ടമൊക്കെ ആയി. പിന്നീട് അതിന് തെളിവുകൾ കിട്ടി. ആൾക്കാരെ ഇവരെ പിടിച്ചു. ഈ ദുഷ്പ്രവർത്തിയുടെ പുറകിലുള്ള 4 പേരെ പിടിച്ചു. അപ്പോൾ ആ 4 പേരോട് അവരെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ആക്രമിക്കാൻ കാരണം? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുട്ടിയെ മുൻപ് പരിചയമുണ്ടോ, എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, ഞങ്ങൾക്കൊരു വൈരാഗ്യം അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ജോലി ഇതാണ്, കൊള്ളയും പിടിച്ചു പറിയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം. അന്നത്തെ ഇര ഈ കുട്ടിയായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകണേ? ഇതിന് മുൻപ് അപ്പോൾ അതിലെ ഒരു കുട്ടി പോയില്ലോ. ആ കുട്ടിയെ അപ്പം നിങ്ങൾ കണ്ടില്ലേ? ആ കുട്ടിയെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? എന്നിട്ട് ഈ കുട്ടിയെ തന്നെ നോട്ടട്ടൻ്റെ കാര്യം ധൈര്യമായിട്ട് പിടിച്ചത് എന്താ എന്ന് സാധാരണ പോലെ ഒരാൾ അന്വേഷിച്ചു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, ശരിയാണത്. CCTVയിൽ നോക്കിയപ്പോഴും ആദ്യം സുരക്ഷിതമായിട്ട് എത്തിയ പെൺകുട്ടി വന്ന് ഇറങ്ങുന്നതും പിന്നെ പോകുന്നതും രണ്ടാമത് അതുപോലെ വന്നിറങ്ങിയ കുട്ടി ഇവർ പിടിക്കണതും ഒക്കെ കണ്ടു. എന്നിട്ടാണ് ഇവരെ പിടിച്ചത്. അങ്ങനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ കുട്ടിയെ പിടിച്ചേനെ, ഞങ്ങൾക്കിപ്പോൾ ഇന്നാര് വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ ഇരയെ കാത്തിരിക്കുന്ന സമയത്ത് ഈ കുട്ടി വന്നു, ശരിയാണ്. പക്ഷേ ആ കുട്ടിയെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ കൂടെ വേറെയും 2-3 പേരുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് കിട്ടിയാലല്ലേ ഞങ്ങളുടെ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് ആണ് ആ കുട്ടി അങ്ങ് പോയത്. ആ കുട്ടിയുടെ കൂടെ 2-3 പേരുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ആരെയും കാണാനില്ല.
അതെന്താ ഈ 2-3 പേര് കാണുന്നത്? ഇവർ കണ്ടു എന്ന് പറയണത്, നോക്കുമ്പോൾ കാണാനില്ല. ഒടുവിൽ ചോദ്യം ചെയ്ത് രണ്ടാമത് ഈ കുട്ടി വരുന്നത് കണ്ടു. രണ്ടാമത് വന്ന കുട്ടിയെ അവർ കിഡ്നാപ്പ് പിടിച്ചു കൊണ്ട് പോകുന്നതും ഹീനകൃത്യം ചെയ്യുന്നതും ശവശരീരം കിട്ടിയതും അതൊക്കെ എല്ലാം ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ, ആദ്യത്തെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ, ആ കുട്ടി CCTV വഴി ഇവിടം വരെ ആ കുട്ടി താമസ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് വരെ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്, ഇവർ നോക്കുന്നത്. CCTVയിലൊന്നും കാണാനുമില്ല. ആ കുട്ടിയോട് തന്നെ ചോദിക്കാം എന്ന് കരുതി രക്ഷപ്പെട്ട കുട്ടിയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, മോളിങ്ങനെ എപ്പോഴാണ് വണ്ടി ഇറങ്ങി? അപ്പോൾ ഇന്ന സമയമായി. എന്നിട്ട് തന്നെയാണോ അങ്ങോട്ട് പോകുന്നത്? അതെ തന്നെയാണ്. ആരെങ്കിലും വഴിക്ക് വെച്ച് കൊണ്ട്? ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ആരാ കൂടെ ഉണ്ടായിരുന്നത്? ആരെങ്കിലും പേടി തോന്നിയില്ലേ? ആരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേടി തോന്നിയില്ലേ? പേടി തോന്നി. പിന്നെ കുട്ടിയുടെ കൂടെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടില്ല. അപ്പോൾ എൻ്റെ പേടി തോന്നിയിട്ടും പിന്നെ എങ്ങനെ പോകുന്നത് എന്നാണ്. അത് ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലെ അമ്മൂമ്മ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ കുട്ടിക്കാലത്തെ കേട്ട് എനിക്കിപ്പോൾ കാണാതെ ചൊല്ലാനറിയാം വിഷ്ണു സഹസ്രനാമം. ചിലപ്പോൾ തെറ്റാറുമുണ്ട്. എല്ലാ നാമമൊന്നും എനിക്ക് ശരിയായിട്ടൊന്നും ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്തെങ്കിലും ഒരുപാട് നാമങ്ങളൊക്കെ എനിക്ക് കിട്ടും ഭഗവാന്റെ. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോൾ ഭയം തോന്നുന്നുവോ, അപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നുവോ, ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ വിഷ്ണു പാർഷദന്മാർ നമ്മളെ സംരക്ഷിക്കും. ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരെ വിഷ്ണു പാർഷദന്മാർ കൂടെ നിൽക്കും, സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പേടി തോന്നുമ്പോഴൊക്കെ ഞാൻ എന്നും വിഷ്ണു സഹസ്രനാമം രാവിലെ ചൊല്ലുന്ന ആളാണ്. എല്ലാ നാമവും സഹസ്രം ചൊല്ലും എന്നല്ല പറയുന്നത്. ഞാൻ പേടി തോന്നിയപ്പോൾ ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് അങ്ങ് നടന്നുപോയി. ഞാൻ സുരക്ഷിതമായിട്ട് താമസ സ്ഥലത്ത് എത്തുകയും ചെയ്തു. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അതെയോ, അങ്ങനെയാണോ? അപ്പോൾ ഈ കഥ കേട്ട അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തും ഈ കഥ മറ്റ് പലരോടും പറഞ്ഞപ്പോൾ ഒരു നിഗമനത്തിലെത്തിയവർ, ഭയം തോന്നുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ആ പെൺകുട്ടിയെ വിഷ്ണു പാർഷദന്മാരാണ് അകമ്പടി സേവിച്ചിരുന്നത്, കൂടെ പോയിരുന്നവർ. ദുഷ്ടന്മാരായിട്ടുള്ളവർ നോക്കുമ്പോൾ കുട്ടിയുടെ മുൻപിലും പിമ്പിലുമൊക്കെ ആയിട്ട് കൂടെ നടക്കുന്നത് പോലെ 3-4 പേരെ കണ്ടു. ഉപദ്രവിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഭഗവാൻ ആ കുട്ടിയെ വിഷ്ണു പാർഷദന്മാരുടെ രൂപത്തിൽ വന്ന്, അല്ലെങ്കിൽ വിഷ്ണു പാർഷദന്മാരെ പറഞ്ഞയച്ച് ആ കുട്ടിക്ക് ആപത്തൊന്നും കൂടാതെ വളരെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചു എന്നുള്ള നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ഞാൻ ഇന്ന് ഈ കഥ പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ധാരാളമായിട്ട് കുട്ടികൾ പോകുന്നുണ്ട്. തന്നെത്താനെ ആൺപെൺ വ്യത്യാസമില്ലാതെ, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ, സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ, വിമാനത്തിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും നടന്നായാലും കാറിലായാലും ജോലിക്കും പഠിക്കാനും ഒക്കെ പുറമേ പോകുന്നു. സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഉണ്ടോ? ഉണ്ട്. എന്നാൽ അപകടങ്ങളിൽ പെടുന്നില്ലേ? അതും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അവരിൽ ഈശ്വരവിശ്വാസമുണ്ടാകട്ടെ. അവർക്ക് അവരെ രക്ഷിക്കാൻ ഭഗവാനെ ആശ്രയിക്കണമെന്ന് തോന്നട്ടെ. എത്രയോ പേരെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. ആപദ്ബാന്ധവൻ എന്നല്ലേ പറയുന്നത്? ആപത്ത് വരുന്നവർക്ക് ബന്ധുവായി വന്ന് ഭഗവാൻ രക്ഷിക്കുമെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഗുണപാഠമാണ് ഞാൻ ഈ കഥയിൽ പറയുന്നത്. ഓരോരോ ഭവനങ്ങളിലും ഇത് പ്രായമായവർ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടികളിൽ ഈശ്വരവിശ്വാസമുണ്ടാകാൻ, ഭഗവാനെ ആശ്രയിക്കാനായിട്ടുള്ള ഒരു ബാലപാഠം കുട്ടിപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇക്കാര്യത്തിൽ നല്ലൊരു പങ്ക് അച്ഛനമ്മമാർക്കുണ്ട്. അതിനേക്കാൾ കൂടെ അവരുടെ കൂടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ, പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കുമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ
കുട്ടിപ്രായത്തിൽ തന്നെ ഈശ്വരവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിൽ, ഭക്തി ഉണ്ടാകുന്ന വിധത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് ഈ കഥ പറഞ്ഞത്. ഈ കഥ പറഞ്ഞു തന്ന ആചാര്യന് നമസ്കാരം. ഭഗവാനെ, ഇതിലെ നന്മകൾ മാത്രം മനസ്സിലാക്കുക, വലിയവർ കേൾക്കുക, ഇതിനെ വേണ്ട വിധത്തിലാക്കി കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ നൽകുക. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.